നല്ല ക്യാമ്പസ്, എനിക്കിഷ്ടായി. ഇനി ഏതേലും ഒരുത്തനെ വളയ്ക്കണം. ആ വരുന്നത് കൊള്ളാലോ. ഓ മൈ ഹോളി മോളി, എന്റെ ടൈപ്പ്. അതെ, ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഹെഡ് ത്രോബ് ആയിരിക്കും അല്ലേ? ഉണ്ടമ്പൊരി. ആ കാണുന്ന ലുക്കേ ഉള്ളൂ. വാ തുറന്ന പോയി. അയ്യേ. ഹലോ ഗേൾസ്. ഓട പട്ടി. ഭാഗ്യം ഇന്ന് തന്തയ്ക്ക് വിളിച്ചില്ല. അബി. ഹായ് കൃഷ്ണൻ. വെറുതെ അല്ല നിനക്ക് ഒരെണ്ണവും വളയാത്തെ. ഓ, ആർക്ക് വേണ്ടി ഞാൻ മാറാൻ പോണില്ല. ഐ എം എ പൂക്കി, യു നോ. പൂക്കിയല്ല പൂ. നോ, അരുത പൂ. അവളവിടെ ടോയ്ലറ്റിൽ പോയി. നിങ്ങളാണ് മക്കളെ ചക്കിക്കത്ത ചങ്കരൻ. രണ്ട് ഏത് സമയം കക്കൂസില. ഓ, എനിക്ക് അതെങ്കിലും ഉണ്ട്. നിനക്ക് മരുന്നിനെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. അവള് വരുവടാ, അവള് വരും. ഈ പ്രകൃതി എനിക്ക് അവളെ കാണിച്ചു തരും. അതെ, അവള് വരും. പ്രകൃതി നിനക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. അതല്ല പിന്നെ ഏതാ? അവൾ എന്റെ അരികിലേക്ക് വരുമ്പോ ഒരു കുളിർക്കാറ്റ് എന്നെ തഴുകി കടന്നു പോകും. ഗുൽമോഹർ മരങ്ങൾ പൂക്കൾ പൊഴിക്കും. അതിനോട് ഗുൽമോഹർ ഇല്ലല്ലോ. ഓ, കഥയിൽ ചോദ്യമില്ല. ഓ സോറി, യു കണ്ടിന്യൂ. ഞാൻ കണ്ണടയ്ക്കാതെ അവളെ നോക്കും. ഞാൻ എന്നെ തന്നെ മറന്നുപോകും. എന്റെ കൺമുന്നിൽ നിന്ന് മറ്റെല്ലാം മാഞ്ഞു പോവും. ഞാനും അവളും മാത്രം. ആഹാ, എന്ത് മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കുവാടാ, നടക്കും. എവരി ഡോഗ് ഹാസ് എ ഡേ. അത് ഞാൻ സമ്മതിക്കാം. കണ്ട് പടിയടാ, നീ പട്ടിയാണെന്നുള്ള. അതാണെങ്കിൽ ഞാനും സമ്മതിക്കാം. നീ പൊട പിക്കാച്ചു. ഡേ, എന്ത്? ഞാൻ നിന്റെ പേര് തന്നെയല്ലേ വിളിച്ചേ? ബ്ലഡി ഗ്രാൻഡ്മ. ഞാൻ എന്റെ പേര് മാറ്റും. ഇത് ക്യൂട്ടാടാ. എന്നാ നീ ഈ പേരെടുത്തോ. കണ്ടു ഞാൻ മണവാട്ടിയെ, കണ്ടു ഞാൻ മീനാക്ഷിയെ. അബി. ആ, എന്റെ ചെവി എന്തിനിങ്ങനെ കാറുന്നേ? എത്ര വട്ടായി വിളിക്കുന്നു. നീ എന്താ കണ്ണു തുറന്ന് സ്വപ്നം കാണുവാണോ? ഡാ, അവള് വന്നടാ. ആര്? അവളിവിടെ എവിടെയോ ഉണ്ട്. ആര്? അവൾ എന്റെ പ്രണയം, എന്റെ ഫ്യൂച്ചർ വൈഫ്. വൈഫാ? യെസ്. കമീല, നീ എവിടെയാണ്? ഉച്ചക്ക് തരാടാ പട്ടി. എന്ത് കരിമീൻ? ഈ പന്നീനെ ഞാനിന്ന് കൊല്ലും. കൺട്രോൾ അബി, കൺട്രോൾ. പീക്കു, നീ അറിഞ്ഞോടാ, നമ്മുടെ ക്ലാസ്സിലോട്ടൊരു പുതിയ പെണ്ണ് വന്നു. കണ്ടോടാ? ഇപ്പൊ എങ്ങനുണ്ട്? ഡേ, നിനക്ക് വല്ല പക്ഷിശാസ്ത്രജ്ഞനും ആയിക്കൂടെ? ബെല്ല, നിനക്ക് ഇവനെ ജീവനോടെ വേണോ? വേണം. അയ്യോ സാർ, ഇന്റർവെല്ലിന് വേണം. ഗുഡ് മോർണിംഗ് ക്ലാസ്. ഗുഡ് മോർണിംഗ് സാർ. നിങ്ങൾക്കൊരു പുതിയ കൂട്ടുകാരിയുണ്ടേ. ഹൃദയം കൊടുക്കണേ, കൂട്ടുകൂടണേ. വരുന്നടാ, അവള് വരുന്നടാ. പീക്കാച്ചു, നിന്റെ വാട്ടർ ബോട്ടിൽ തുറക്കടാ. എന്തിന്? ദേ അവന്റെ വായിന്ന് തേനൊഴുകുന്നു. വാണക്കടാ മാറി. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഹായ്, ഞാൻ ഇഷ. വാവ്, ഇനി മുതൽ നീ എന്റെ ഇഷ തൽവാറാണ്. വരവായി നീ ആയിഷ. അതിന് നീ നിവിൻ പോളിയാണെന്ന് അവൾക്കും കൂടെ തോന്നണ്ടേ? അവൾക്ക് തോന്നും. അതെന്താ? എനിക്ക് സിക്സ് പാക്ക് ഇല്ല. ആ ബെസ്റ്റ്. അവനോട് ഇങ്ങനെ വായി നോക്കി വില കളയല്ലേ പറ. അതിന് ഇവൻ എവിടെ വില ഇരിക്കുന്നു? അതും ശരിയാണ്. Get out! അയ്യോ, അവന്റെ ഒരു ഭാഗ്യം. സത്യം. ഛേ, എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ പോയി. ഏയ്, ചിലപ്പോ പഠിപ്പിസ്റ്റ് പ്ലസ് ബാക്ക് ബെഞ്ചർ ലവ് സ്റ്റോറി ആയിരിക്കും ഞങ്ങളുടെ. താൻ ടോയ്ലറ്റിലോട്ട് വരുന്നുണ്ടോ? ഇല്ല, ബെല്ല പൊക്കോ. ഓക്കെ. വാടാ പോയി മിണ്ടാടാ. നിക്ക്. രണ്ടും ആക്രാന്തം കാണിക്കരുത്. കൂട്ടത്തിൽ കമ്മിറ്റഡ് ആയ എനിക്കാണ് സീനിയോറിറ്റി. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ. ആശാൻ മുമ്പിൽ, ശിഷ്യന്മാർ ബാക്കിൽ വന്നാ മതി. ഒന്നും നടക്ക് പിശാശേ. കമോൺ എവരിബഡി. എടാ, അവനെ ഷൈൻ ചെയ്യാൻ വിടരുത്.
നെവർ. ഹായ്, ഹായ്. മൈ നെയിം ഈസ് പിക്കാച്ചു. നശിപ്പിച്ച്. അങ്ങനെ സംഭവിച്ചു പോയി. മൈ ബ്ലഡി ഗ്രാൻഡ്മ ഞാൻ ജനിച്ചപ്പോ എന്റെ മഞ്ഞ കളർ കണ്ട് പിക്കാച്ചു എന്ന് വിളിച്ചു. പിറ്റേ ദിവസം ഗ്രാൻഡ്മ കാലിന്റെ കൂടെ ട്രിപ്പ് പോയപ്പോ വിവരമില്ലാത്ത ഓവർ ടാലന്റഡ് ആയ എന്റെ ഡാഡി എനിക്ക് പിക്കാച്ചു എന്ന് പേരിട്ടു. ഓ, പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെല്ലയുടെ ലവറാ ശിവനേ. ഓ, എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇനി ഞാൻ പരിചയപ്പെടാം. അയ്യടാ, അവള് വന്നപ്പോ കാറ്റടിച്ചത് എന്റെ മുഖത്താ. പിന്നെ കാറ്റിൽ നീ പേഴ്സണലായി ഓർഡർ വഴി വരുത്തിച്ചതാണല്ലോ, അതെന്റെ മുഖത്തും തട്ടി. അയ്യാ, ഞാൻ ഇവക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തേ. ഞാൻ കുട്ടി രാജ്, പ്രേംരാജ്. തേഞ്ഞ് മൂഞ്ചി സീനിയർ. ഹായ്. ഈ കോളേജിലുള്ള എല്ലാ പെൺകുട്ടികളെയും ഞാനാണ് ആദ്യം പരിചയപ്പെടാ. ഇറ്റ്സ് എ റൂൾ. നീ എന്താണ് ഇവളുടെ അടുത്ത് പറയാൻ പോയെ? രാജുവേട്ടൻ ഇപ്പൊ വരുന്ന് പറയാൻ പോകുമായിരുന്നു. ഓ, ഐ ലൈക്ക് ഇറ്റ്. എന്താ പേര്? ഇഷ. ഇഷ പ്രേംരാജ്. വാവ്, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. മുങ്ങിയാലോ? നിക്ക്, അവന്റെ പട്ടിഷോ കാണട്ടെ. ഞാനാ ആദ്യം വന്നത്. ഇതെന്താ ഓട്ട മത്സരോ? ഒന്ന് പോയടാ. ഹായ്, ഐ എം കാർത്തി. യുവർ സീറ്റ് നെയിം പ്ലീസ്? ഇഷ. വാവ്, മാറ്, ഇവൾ എന്റെയാ. നീ ഇതും കൂടെ പള്ളി പോയി പറഞ്ഞേക്ക്. എടാ, എന്തടാ? നിങ്ങളെ ചേച്ചിമാരെ വിളിക്കുന്നുണ്ട്. നശിപ്പിച്ചു. ഞാൻ കമ്മിറ്റഡ് അല്ല കേട്ടോ. ഇവനാണ്, പക്ഷെ ഞാനല്ല. അയ്യാ, എന്നാ ഇവനും ആണ്. ടൈം പാസ് ബ്രോ. പിന്നെ ഞാനെന്താ പാൻപരാഗോ? ഓ, ഇവന്മാര്. ബൈ സ്വീറ്റി, ബൈ ക്യൂട്ടി. അവന്മാർക്ക് പ്രാന്ത, മൈൻഡാക്കണ്ട. ഇവനും. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? വന്ന അന്ന് തന്നെ വെറുപ്പിക്കല്ലേ. നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടില്ലേ? എവിടുന്ന്? അപ്പോഴേക്ക് ആ ഗിരിരാജൻ കൂടികൾ വന്നു. അവരെന്താടാ മണത്തറിയുന്നു? ആർക്കറിയാം. ഇഷ, ഇത് പീക്കു, എന്റെ ലവറാ. അത് അബി, അത് യദു. ഞങ്ങളൊരു ഗ്യാങ്ങാ. ഓ, അപ്പോ ഇനി നമ്മളൊരു ഗ്യാങ് അല്ലേ? ഓക്കെ. ഞാൻ സിംഗിളാ. തെണ്ടി, അവള് ചോദിച്ചോ? ഓ, രണ്ടും ഇങ്ങ് വന്നേ. നീയും വാ. ഇപ്പൊ വരാം. ഓക്കെ. നിങ്ങളിൽ ഒരാള് അവളെ നോക്കിയാ മതി. ഞാൻ. ഹാ, ബെസ്റ്റ്. യദു, നിന്റെ തലയ്ക്കകത്ത് കുറച്ചെങ്കിലും ആൾതാമസമുള്ളോണ്ട് നിനക്ക് ഇനി അവസരമുണ്ട്. വേണ്ട, എനിക്ക് ഇത് തന്നെ മതി. നിക്ക്. സ്മാർട്ട് വേ. ഓക്കെ. അറ്റിസിറ്റി മേരി ഡക്കം പൊക്കോ. കളക്കളി. അയ്യടാ, പൊക്കോ നിനക്കാ വന്നേ, അതുകൊണ്ട് പൊക്കോണോ? ഇഷ എനിക്കുള്ളതാ. അതെ, സ്മാർട്ട് വേ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇത് പിയാബിയുടെ റൂളാണ്. ശരി. ഡി ബെല്ല, നീ എന്നെ കുറിച്ച് അവളുടെ അടുത്തൊന്ന് പൊക്കി പറയണേ. മിനിമം എത്ര വരെ പൊക്കണം? ഒരുപാടൊന്നും വേണ്ട. ജസ്റ്റ് ഇവിടെയുള്ള സുന്ദരികളായ പെൺകുട്ടികൾ മൊത്തം എന്റെ പുറകെ നടന്നിട്ടും ഞാൻ ഒരാളെ പോലും മൈൻഡ് ആക്കിയില്ല. അങ്ങനൊരു മഹാഭാഗ്യമാണ് അവൾക്ക് വന്നതെന്നും നീ പറയണം. ആരുടെ പുറകെ നടന്നു? ശരി, പക്ഷെ അവളുടെ മുമ്പിലെങ്കിലും നീ നിന്റെ ഊള സ്വഭാവം കാണിക്കരുത്. നെവർ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇവൻ അസൂയ. അതന്നെ, നിനക്ക് വേറൊരാള് വരും. കൊറേ വരും. അപ്പ വാ, അവളെ പോയി ഇംപ്രസ് ചെയ്യാം. ഡാ, ഇതിനെങ്കിലും നീ വളയ്ക്കണം. അവൾ എനിക്കുള്ളതാ. ഞാൻ വളച്ചിരിക്കും. അതിന് ഞാൻ ചാവണടാ പട്ടി. ഫുഡ് കൊണ്ടുവന്നോ അതോ ക്യാൻറ്റീനിൽ നിന്നാണോ? ക്യാൻറ്റീൻ. എന്നാ വാ, ഒരുമിച്ചിരിക്കാം. ഞാൻ വരാം, ഒന്ന് ടോയ്ലറ്റിൽ പോണം. എന്നാ പോയിട്ട് വാ, ഞങ്ങൾ കോർണർ സീറ്റിലുണ്ടാവും. ഓക്കെ. അവളെവിടെ പോവാ? മുള്ളാൻ. എന്തേ, കൂടെ പോണോ? എന്റെ പൊന്നോ. പീക്കു, വാടാ. വായി നോക്കി നിക്കാതെ. അവൾ എന്തിനിപ്പം മുള്ളാൻ പോയെ? എന്നാ അവളോട് പോയി വായിക്കൂടെ വലിച്ചെടുത്ത് തുപ്പിക്കളയാൻ പറ. അയ്യേ, വഷളൻ. കടിക്കും ഞാൻ. പൊക്കോ. ഇവനെന്താ പേയോ? ഏതോ അബിക്കിട്ട് പണിയാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവന്മാരെ പിന്നെ സഹിക്കാം. ആ സ്വയം പ്രഖ്യാപിത ഷാറുഖ് ഖാൻമാർ എന്തൊക്കെ ഒപ്പിക്കോ. എന്താ? ഐ ലവ് യു. എന്താ കുട്ടിയുടെ അഭിപ്രായം? ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും യെസ് പറഞ്ഞോളൂ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞോളൂ. അത് ചേട്ടാ, ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. ഓ, ടൈം പാസിനെങ്കിലും പറ്റൂല.
ട്രൂലവാ? ഉം. ഷോ, എന്നാലും നിനക്ക് ഈ ഗതി വന്നല്ലോ. ഏ പൊക്കോ. താങ്ക് യു ബ്രദർ. അവൻ അവളെ എന്നെക്കാൾ മുമ്പ് പ്രപ്പോസ് ചെയ്തെന്നോ? എന്നാ സെക്കൻഡ് എനിക്ക് വേണം. നിക്കവിടെ. ആ തോട്ടി നിന്നെ പ്രപ്പോസ് ചെയ്തോ? അത് നീ യെസ് പറഞ്ഞോ ഇല്ലയോ? ഇല്ല. മതി, അത് മതി. ഞാൻ പൊക്കോട്ടെ? നിക്ക്. ഐ ലവ് യു. നന്നായി ആലോചിച്ചിട്ട് നാളെ യെസ് എന്ന് പറഞ്ഞാ മതി. അത് ചേട്ടാ, ഞാൻ കമ്മിറ്റഡ് ആണ്. സീരിയസ് ആണോ? ആ. എന്നാ ബ്രേക്കപ്പ് ആവുമ്പോ പറ. ഹേയ് ശ്രേയ. ഷോ, അവൾ എന്താ വരാത്തെ? കുറെ മൂത്രം ഉണ്ടാവും. ഇവൻ യദു, നീ കലിപ്പ് കാണിക്കലേ. സ്മാർട്ട് വേ റൂൾസ് പ്രകാരം ഈശ അഭിക്കുള്ളതാ. പിന്നെ അവന്റെ ഒരു സ്മാർട്ട് വേ. ഇതാണോ സ്മാർട്ട് വേ? പിന്നെ എന്താ സ്മാർട്ട് വേ? എട്ടാമല പൊട്ടി, പരമശിവൻ ഞെട്ടി, പാർവതിക്കൊരു കൂട്ടി, ഗണപതി. അങ്ങനെയായിരുന്നു ഇവൻ പോയനെ. അപ്പൊ മുരുകന് എന്താണ് ഗിവ് അവേ കിട്ടിയതാണോ? ഇവന് കണ്ണുകടി. രണ്ടും നിർത്തിക്കോണം, ഇല്ലെങ്കിൽ വാലിൽ ഞാൻ രസം കോരി ഒഴിക്കും. എടാ മണ്ട, ഇത് സാമ്പാറാ. ഇതാ ഇക്കണക്കിന് രസം ചോദിച്ചാ ചൂടുവെള്ളം തരുമല്ലോ. മിണ്ടാതിരിക്കും, അവള് വരുന്നുണ്ട്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? കുമ്മായപ്പാട്ടയ്ക്ക് ലിപ്സ്റ്റിക് ഇട്ട പോലുണ്ട്. പട്ടി. ഇഷയുടെ വീട് എവിടെയാ? ഞാൻ വെയർ ഹൗസിന്റെ ഓപ്പോസിറ്റ്. ഓ, ഈസ് ഇറ്റ്? മലയാളത്തിനായി എവിടെ അമർത്തണം? അവന്റെ കൊങ്ങയ്ക്ക് അമർത്ത്. ഇവനൊരു തൊല്ലയായല്ലോ. പറയട്ടെ? എന്ത്? ഇവനെ പൊക്കി പറയട്ടെ? ആ, പറ പറ. ഇഷ, ഈ അബി ഉണ്ടല്ലോ, ഇവിടുത്തെ പെൺപിള്ളേരുടെ കണ്ണിൽ ഉണ്ണിയാ. ഉണ്ടമ്പരിയാ. യദു ബിഹേവ്. നീ പോട പട്ടി. ഈ ഞാൻ തന്നെ എത്ര നാളും എന്റെ പുറകെ നടന്നു, ഇവ മൈൻഡാക്കിയില്ല. ഷോ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? എന്നാ പറയണ്ടടി ചെറ്റേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതുവരെയും ആർക്കും വീഴാത്തവൻ ഒരാൾക്ക് വീണു, അതും ഇഷയ്ക്ക്. ഇവളെന്താ ഗ്രീസോ പഴത്തൊലിയോ മറ്റാണോ? ഇനി ഈ തൊലിഞ്ഞ കോമഡി പറഞ്ഞ നിന്റെ കണ്ണിൽ ഞാൻ അച്ചാറ് തേക്കും. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ബൈ. ക്ലാസ്സിൽ വെച്ച് കാണാം. ബൈ. അവൾ എന്നോടാ പറഞ്ഞേ. അതിനിവിടെ പ്രസക്തിയില്ല. അല്ല, എന്താ നിന്റെ പ്ലാൻ? ഒറ്റയടിക്ക് വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവളുടെ പുറകെ ഇങ്ങനെ നടന്ന് വെറുപ്പിച്ച് ചെരിപ്പടി വാങ്ങി. ദേ പീക്കാച്ചു, എനിക്ക് ഇവിടെ പിടിക്കുന്നില്ല കേട്ടോ. എടാ ഏതോ, നീ ഇങ്ങനെ ഊളയാവല്ലേ. ഇഷ നിന്റെ പെങ്ങളാടാ. അയ്യ, ആദ്യം അവൾ ഇവനെ ഇഷ്ടാന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ അവളെ പെങ്ങളാക്കിക്കോളാം. നീ നോക്കിക്കോടാ, നിന്നെ കൊണ്ട് ഞാൻ അവളെ ചേട്ടത്തീന്ന് വിളിപ്പിക്കും. എന്റെ പട്ടി വിളിക്കും. എന്നാ നീ റെഡിയായിരുന്നോ? ഞാനോ? ഓ, ഒന്ന് നിർത്ത്. നീ അവളെ വളയ്ക്കാൻ നോക്ക്. അത് ഈ തൊലിഞ്ഞവൻ സമ്മതിക്കണ്ടേ? ഓ, ഇനി എന്റെ സമ്മതത്തിന്റെ കുറവ് കാരണം നിനക്കൊരു ലൈഫ് കിട്ടാണ്ടാവണ്ട. പക്ഷെ അവളെങ്ങാനും നിന്നെ അക്സെപ്റ്റ് ചെയ്താ ഞാൻ എന്റെ തല മൊട്ടയടിക്കും. എന്നാ മോനെ യദു കൃഷ്ണ, നീ ട്രിമ്മർ എടുത്ത് സെറ്റ് ആയിരുന്നു. അവൾ എനിക്കുള്ളതാ. കണ്ടു ഞാൻ എൻ മണവാട്ടിയെ, കണ്ടു ഞാൻ എൻ മീനാക്ഷിയെ, വന്നു നീ എൻ കൺകോണിൽ, തന്നു നീ ഒരു നോക്ക്, വന്നതും നിന്നതും പൊട്ടിപ്പോയി എന്റെ ചങ്ക്. പെണ്ണെ പെണ്ണെ നീ എന്റെ രസാത്തീസ്, കണ്ണെ കണ്ണെ പോകാതെ ദൂരത്ത്. കണ്ടു ഞാൻ എൻ മണവാട്ടിയെ, കണ്ടു ഞാൻ എൻ മീനാക്ഷിയെ, വന്നു നീ എൻ കൺകോണിൽ, തന്നു നീ ഒരു നോക്ക്, വന്നതും നിന്നതും പൊട്ടിപ്പോയി എന്റെ ചങ്ക്. പെണ്ണെ പെണ്ണെ നീ എന്റെ രാസാത്തീസ്, കണ്ണെ കണ്ണെ പോകാതെ ദൂരത്ത്.
അവളിപ്പോ എന്നെ ആലോചിക്കുമായിരിക്കും. ആ അങ്കിൾ. മോനെ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ അല്ലേ? അങ്കിളിന്റെ ഒടുക്കത്തെ ഒരു ഐഡിയ. ഇതിലും ഭേദം പുറംലോകം കാണാത്തതായിരുന്നു. നീ കുറച്ചു മാസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഈ കേസ് ജയിക്കും. ശരി. എന്റെ ഇഷ നാളെ ഒന്നും ആയിരുന്നെങ്കിൽ. കോപ്പ്, നാളെ ഇനി ആ വായി നോക്കികളെ തന്നെ കാണണ്ടേ. ഇതെന്താ എല്ലാവരും ഇവിടെ നിക്കുന്നേ? ഇപ്പൊ ക്ലാസ്സില്ല, വാ ഇരിക്കി. ഇഷ ആ ഒന്ന് വരുവോ? ചെല്ല് ചെല്ല്. യു ലക്കി ഗേളേ. പാവം കൊച്ച്. എന്താ അഭി? ചുമ്മാ ഇരിക്കേ. എന്നാ ഞാൻ പോട്ടെ. അയ്യോ പോലെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട്. എനിക്ക് എന്താ പറയാ അഭി, അത് ശരിയാവില്ല. നിങ്ങൾ പെൺപിള്ളേർ ഈ ഡയലോഗ് ട്യൂഷന് പോയി പഠിക്കുന്നതാണോ? എടാ പൊട്ടാ, ഇരുന്ന് ഒളിപ്പിക്കാണ്ട് എണീറ്റ് പോ. അവള് കമ്മിറ്റഡ് ആണ്. ആരുമായിട്ട്? അത് ഇതിനു മുമ്പ് പഠിച്ച സ്ഥലത്തെ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. മമ്മേ. ഇഷ, അവന് ഇഷ്ടല്ലെങ്കിൽ ധൈര്യമായിട്ട് ഇഷ്ടല്ല പറഞ്ഞോ. അത് നിങ്ങളുടെ അവകാശമാണ്. എന്നിട്ട് എന്നെ ഇഷ്ടാന്ന് പറയോ? താല്പര്യമില്ല? ഇല്ല. ഓക്കെ ദെൻ ബൈ. അവൾക്ക് വേറെ ലൈൻ ഉണ്ടടാ. ആര്? ഇതിനു മുമ്പ് പഠിച്ചെടുത്ത ഏതോ ഒരുത്തൻ. അത് കള്ളാവാനാ 90% ചാൻസ്. അതെന്താ? ഇഷ്ടല്ലാത്തവരെ ഒഴിവാക്കാൻ ചിലർ അങ്ങനെ പറയാറുണ്ട്. പിന്നെ അവള് കമ്മിറ്റഡ് ആണെങ്കിൽ അവള് ഫോൺ ബ്രേക്ക് ടൈമിലെങ്കിലും നോക്കിയേനെ. അത് ശരിയാ. അപ്പോ നീ ആദ്യം അവള് പറഞ്ഞത് സത്യാണോ കണ്ടുപിടിക്ക്. ഓക്കെ, അതാ പോയി. ഇഷ, നിന്റെ ബോയ്ഫ്രണ്ടിന്റെ പേരെന്താ? അതൊന്നും പറയാൻ പറ്റില്ല. വേണ്ട, പറയണ്ട. ഫോട്ടോ കാണിക്കാലോ. ഫോട്ടോ എടുത്തില്ല. എടുത്തില്ലാന്നോ? സത്യം പറ, അങ്ങനെ ഒരാളുണ്ടോ? ആ ഉണ്ട്. എന്നാ പേര് പറ. നിനക്കത് അറിഞ്ഞിട്ട് എന്തിനാ? അതറിയുന്ന വരെ ഞാൻ നിന്റെ പുറകെ നടക്കും. സത്യമായിട്ട് ഞാൻ കമ്മിറ്റഡാ. തെളിവ്? എന്താ മാഡം, ഉത്തരം മുട്ടിപ്പോയോ? നിന്റെ മുടി ഇങ്ങനെ കാറ്റി പാർന്നത് കാണാൻ നല്ല ഭംഗിയാ. പക്ഷെ അത് കാണുമ്പോ എനിക്കിങ്ങനെ ഒതുക്കി വെക്കാൻ തോന്നും. ഐ ലവ് യുവർ ഹെയർ. അവൻ എന്താ പറഞ്ഞത്? ഐ ലവ് യുവർ ഹെയർ. പൊട്ടൻ. വിഗ് കണ്ടാ പോലും മനസ്സിലാവില്ല. ബട്ട് ഐ എം സോറി ബ്രോ. സത്യം അറിഞ്ഞ നിന്റെ ഈ ഇഷ്ടമൊക്കെ താനെ ഇല്ലാതാവും. പക്ഷേ അവന്റെ ആ നീളേറിയ വിരലുകള്, അതെന്റെ ചെവി തട്ടിയപ്പോഴുള്ള തണുപ്പ്, അവന്റെ കണ്ണുകള്, അവന്റെ വോയിസ്. ഇഷാൻ, get out of your delulu. ഹേയ്, ഇവിടെ വാ. കർത്താവേ, റാഗിംഗ് ആണ്, എനിക്ക് കൺട്രോള് തരണേ. ന്യൂ അഡ്മിഷൻ ആണോ? 2 ദിവസമേ ആയുള്ളൂ. ഓ, എന്താ നിന്റെ പേര്? ഇഷ. എടി ജന്നെ, ഇവളുടെ ഫ്രണ്ട് എന്താടി ഫ്ലാറ്റ് ആയിരിക്കുന്നേ? ഞങ്ങളുടെ ഹെൽപ്പ് വേണോ? റാഗിങ്. ഞാൻ ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് വെയിറ്റിംഗ് ആയിരുന്നു. ഏത് നിമിഷം? ഈ ടൈമിൽ ഞാൻ പോയി അവളെ സേവ് ചെയ്യും. ഫ്രഷ്. പിക്കാച്ചു, ഈ കുരുട്ടെടുക്കാനും വിളിച്ചോണ്ട് പോ. നീ മിണ്ടാതിരി, ചെക്ക മാസ് കാണിക്കട്ടെ. ഇന്ന് അവൾ എന്റെ മാസ് കണ്ട് വീഴുമ്പോ മൂക്കിടിക്കാതെ നോക്കണേ, അല്ലെങ്കിലേ അവളെ കാണാൻ ഒരു ചൈന ലുക്കുണ്ട്. ഈ നെഗറ്റീവ് ഓളിന്റെ വായിൽ ആരെങ്കിലും ഒരു പഴം തിരികോ? യദു, ഞാനൊന്നും പറയുന്നില്ല. നീ ചുമ്മാ നിന്നാ മതി.
ഞാനൊന്ന് നോക്കട്ടെ ഇതെന്താ ഇത്ര ഫ്ലാറ്റ് എന്ന്. എടീ. എന്താ? എന്ത്? ഒന്നുമില്ല. മാറ്. ഓ സോറി. എന്തടാ അവള് വീണില്ലേ? ഇത് കണ്ട് ഇവൻ ബോധം കെട്ടി വീഴാത്ത ഭാഗ്യം. എന്താണ് ഇപ്പൊ ഉണ്ടായേ? എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ ശിവനെ, ബാഹുബലി പോലെ പോയവനാ. സാരല്ലടാ, പോട്ടെ. എന്തായാലും നീ ഒരു കയ്യകലത്തിൽ നിന്ന് ഇനി മുതൽ വളയ്ക്കാൻ നോക്കിയാ മതി. പോടി. നോക്ക് ഇപ്പൊ എന്ത് സൈലന്റും ക്യൂട്ടും ആണെന്ന്. കണ്ടാ തോന്നുന്നു നമ്മൾ നേരത്തെ കണ്ടത് വേറെ ആരും ആണെന്ന്. അയ്യോ എനിക്കൊന്നും കാണാൻ വയ്യേ. എന്ത് കിക്കി കിക്കി കിക്കി. ഞാൻ അവളെ വളയ്ക്കും, നോക്കിക്കോ. തിരിച്ചു വരുമ്പോ ഈ 32 പല്ലും അവിടെ തന്നെ കാണണം. എന്നാ കുറച്ച് കഴിഞ്ഞ് വളയ്ക്കാം. പാവം ചെക്കൻ പേടിച്ചു പോയി. നീ വെറുതെ എന്റെ പുറകെ നടന്ന് സമയം കളയണ്ട മോനെ. ഞാനും ബോയാണ്, നീയും ബോയാണ്. നീ രാവിലെ മാസാവാൻ നോക്കി ചീറ്റിപ്പോയല്ലോ. അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞ്? ഇവൻ പറഞ്ഞു. നിനക്ക് എന്തു സുഖാടാ ഇതുകൊണ്ട് കിട്ടുന്നേ? ആനന്ദം, പരമാനന്ദം. എന്തായാലും ഞങ്ങൾ അവളെ വേണ്ട വെച്ചു. വേണമെങ്കിൽ നിനക്ക് ടിപ്സ് തരാം. അടി കിട്ടുന്നു നല്ല പേടിയുണ്ടല്ലേ? അല്ല, അമ്മ പറഞ്ഞിട്ടുണ്ട് അടക്കോ ഒതുക്കമുള്ള കുട്ടി മതി മരുമോളായിട്ടെന്ന്. എന്നോടും അങ്ങനെ പറഞ്ഞേ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് എവിടുന്ന്? എടാ അബി, നീ ഇങ്ങനെ പേടിച്ചിരിക്കല്ലേ. എഫേർട്ട് എടുത്ത് പുറകെ നടക്കുന്ന ആൺപിള്ളേരാ ഗേൾസിന് ഇഷ്ടം. അല്ലടാ മഞ്ഞത്തവളെ? പീക്കാച്ചു. ആ നീ ഇരുന്ന് കാച്ച്. അബി അവളുടെ കൂടെ പോയിരിക്കേ. അത് വേണോ? പിന്നെ വേണം. ആ എനിക്ക് കാര്യം പിടി കിട്ടി. എന്ത്? അബി അവളുടെ പുറകെ പോയാ ഇഷ ഇവന്റെ മോന്ത ഇടിച്ച് പരത്തും. അപ്പൊ ഇവന്റെ ലുക്ക് പോവും. അപ്പൊ പിന്നെ ഈ കോളേജിലെ ഏറ്റവും ഗ്ലാമറുള്ള ആളാരാ? ഇവൻ അല്ലേ? അതല്ലേ പ്ലാൻ? അല്ല, കാർത്തികേട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇപ്പൊ പിന്മാറിയ അവൾ എന്റെ ലവ് ഫേക്ക് ആണെന്ന് കരുതും. അതാണ്. ഗൈസ്, വിഷ് മീ ലക്ക്. ഓൾ ദ ബെസ്റ്റ്. ഡാ, നോക്കിയും കണ്ടും സംസാരിക്കണേ. ഒന്ന് പോയേടി. കാവടി തുള്ളിയാ പോണേ. അവന്റെ ക്രിമികടി ഇന്നത്തോടെ തീരും. ഞാനിവിടെ ഇരുന്നോട്ടെ. എന്ത് ചെയ്യാ? കണ്ടൂടെ? ചുമ്മാ. കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? നിനക്കറിഞ്ഞിട്ട് എന്തിനാ? ചുമ്മാ. നിന്റെ എല്ലാ നോട്ട്സും കംപ്ലീറ്റ് ആണോ? ആ, ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്ത് ബെല്ലേനെ കൊണ്ട് കംപ്ലീറ്റ് ആക്കി. അവള് പഠിക്കുന്ന കൊച്ചായ കൊണ്ട് അവളുടെ നോട്ട് മേടിച്ചാൽ ശരിയാവില്ല. നിന്റെ നോട്ട്സ് വരുമോ? പിന്നെന്താ, ഫ്രണ്ട്സ്. ദുരുദ്ദേശമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, അതാ മോന്ത കണ്ടാലും പറയും. അപ്പൊ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ നോട്ട്സ് താട്ടോ, ഞാൻ വീട്ടിൽ കൊണ്ടുപോവാ. ആ, വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ മാത്രം. ഒറ്റയ്ക്കോ? അപ്പൊ അച്ഛനമ്മയൊക്കെ? അവര് ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഒറ്റയ്ക്ക് താമസിക്കുന്നത് സേഫ് ആണോ? എനിക്ക് പേടിയില്ല. അല്ലേലും നീ എന്തിനാ പേടിക്കുന്നത്? ബാക്കിയുള്ളവരല്ലേ നിന്നെ പേടിക്കണ്ടേ? ജീവന് കൊതിയുള്ള ആരെങ്കിലും നിന്റെ കൂടെ താമസിക്കോ? എന്ത്? അല്ല, അപ്പൊ കോളേജ് ഫീസ്, ഫുഡ്, ഡ്രസ്, അതിനൊക്കെ പൈസ? എന്റെ ഒരു അങ്കിളാ എന്റെ ഗാർഡിയൻ. ഓ, അപ്പൊ വേറെ ആരുമില്ല നിന്റെ മേലെയും താഴെയും? ഞാൻ മാത്രമേ ഉള്ളൂ. എടാ സെറ്റായി. പറഞ്ഞു വിടണ്ടായിരുന്നു കോപ്പ്. ഞാൻ പോയാ മതിയായിരുന്നു. നനച്ച വണ്ടി കിട്ടിയില്ലെങ്കിൽ കിടച്ച വണ്ടിയിൽ പോവാം. ഹേയ് ശീതൾ.